ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഛത്ത പച്ച, നല്ല അടിപൊളി, നല്ല അടിപൊളി പടം, നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന, ഐ റിപ്പീറ്റ്, ഐ റിപ്പീറ്റ്, നോട്ട് ദ പോയിന്റ്, നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന നല്ല അടിപൊളി കാലക്കം പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല രീതിയിൽ വർക്കായി. ഐ ആം ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഹൈവേ, എന്റെ റീസൺസ് ഞാൻ പറയാം. നിങ്ങൾ WWE ഒക്കെ കാണാറുള്ള ആളുകളായിരുന്നോ? ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ അതിൽ റെസ്ലേഴ്സിന്റെ മൂവ്സ് ഒക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവ്സ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരുടെയും മൂവ്സ് ഒക്കെ ഒബ്വിയസ്ലി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പരിപാടികള് നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ല എന്നല്ല. ബട്ട് നല്ല പണിയാണ് അത്, നല്ല റിസ്ക് ആണ്. മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ആൻഡ് ആ മൂവ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല എഫേർട്ട് എടുക്കണം, നല്ല എഫേർട്ട് എടുക്കണം, നല്ല രീതിയിൽ പണിപ്പെടണം. എന്നാലേ അത് ഒരു നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ വരുള്ളൂ. അപ്പോ അത് റെസ്ലേഴ്സ് നല്ല ട്രെയിൻഡ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ പടത്തിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ എടുത്തു വെക്കുക, അല്ലെങ്കിൽ ആക്ടേഴ്സ് അതുപോലെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല. നല്ല പണിയാണ്. അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് ആദ്യം തന്നെ എടുത്തു പറയണം. നല്ല കലക്കനായിട്ട് വന്നിട്ടുണ്ട്, കലക്കനായിട്ട് വന്നിട്ടുണ്ട്. പറയാതെ വയ്യ, പറയാതെ വയ്യടോ. ഞാനത് ട്രെയിലർ റിയാക്ഷൻ ഒക്കെ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇതാണ് തീം, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇതാണ് തീം. ഇവർ ഇതിന്റെ അകത്തുള്ള ഈ റെസ്ലിംഗ്, ഈ റിങ്ങിന്റെ അകത്തുള്ള പരിപാടികൾ ഇത് എങ്ങനെ എടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു കാണാൻ. കാരണം ആക്ടേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിടും. സീരിയസ്ലി എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. എനിക്ക് കണ്ട സമയത്ത് ഭയങ്കര റെസ്പെക്ട് തോന്നി ആ ആക്ടേഴ്സിന്റെ അടുത്ത്. കാരണം എളുപ്പമല്ല. അവരുടെ ഇന്റർവ്യൂസിലൊക്കെ അവർ പറയുന്നുണ്ട്, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് അവർ. അത് ഇതിന്റെ അകത്ത് കാണാനുണ്ട് സ്ക്രീനിൽ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് എടുത്തു വെച്ചത് ഞാൻ എടുത്തു പറയാൻ കാരണം, സി, ഇങ്ങനെ ഒരു സംഗതി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അല്ലേ, ആ ഒരു തീം തന്നെ ഒരു ഡിഫറെന്റ് ആണ്, നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അത് അറ്റംപ്റ്റ് നടത്തിയാൽ മാത്രം പോരാ, ആ പരിപാടി, ആ പർട്ടിക്കുലർ സംഗതി നന്നായി വരുമാണ്, അത് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കഥാപരമായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഭയങ്കരമായിട്ട് എടുത്തു പറയാനുള്ള, അല്ലെങ്കിൽ ഭീകരം അങ്ങനെയൊന്നും കഥയല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇതിന്റെ തീം എന്ന് പറയുന്നത് റെസ്ലിംഗ് പരിപാടിയാണ്, ആൻഡ് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ് ഇതിന്റെ കോർ എന്ന് പറയുന്നത്. അതാണുള്ളത് ഇവിടെ. ഞാൻ ഞാൻ ആസ് എ പ്രേക്ഷകൻ അത് വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിഫറെന്റ് അറ്റംപ്റ്റ്, ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല രീതിയിൽ എടുത്തു വെച്ച ഒരു കിടിലൻ മേക്കിങ്ങിൽ വന്നൊരു കിടിലൻ പടം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പടം. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് കലക്കനായിട്ട് വന്നിട്ടുണ്ട്. പടം തുടങ്ങുന്ന സമയത്ത് തന്നെ മറ്റേ ആ ബെഡിലുള്ള പിള്ളേരുടെ കളിയൊക്കെയാണ് കാണുക. എനിക്ക് എന്റെ ഏട്ടനെയും എന്നെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മളൊക്കെ എത്ര ചോക്ക് സ്ലാം അടിച്ച് കളിച്ചിരിക്കും. ടോം സ്റ്റോണൊക്കെ ഇട്ടിട്ടുണ്ട് പുല്ല്. എന്റെ കഴുത്തൊക്കെ ഉളുക്കി ചെയ്ത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളിൽ കളിച്ചിട്ട് എന്റെ വിരല് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ട്. അതായത് വലിയ മൂസൊന്നും അല്ല, നമ്മൾ ചെറിയ ചെറിയ മൂസൊക്കെ നോക്കിയിട്ട്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, റിസ്ക് ആണ് ഈ വക സംഗതികളൊക്കെ നമ്മളും ചെയ്ത് നോക്കുന്ന സമയത്ത്. പക്ഷെ റിസ്ക് എന്ന് പറയുമ്പോൾ എന്റെ വിരല് വളഞ്ഞു പോയി. ഞാൻ കുറെ അതിൽ കുറെ മെനക്കെട്ടതൊക്കെയാണ് ഒരു കാലത്ത്. അപ്പം ഇങ്ങനത്തെ ഒരു സിനിമയായിട്ട് വരുന്ന സമയത്ത് കാണുമ്പോഴൊരു ഒരു രസം, നമുക്ക് നമ്മുടെ നൊസ്റ്റു അടിക്കുക പരിപാടികള്. ഇപ്പൊ മറ്റേതില് എനിക്ക് അർജുന അശോകന്റെ ഒക്കെ പെർഫോമൻസ് പൊളിയായിട്ട് വന്നിട്ടുണ്ട്. അർജുന അശോകൻ ആയിക്കോട്ടെ, കിട്ടില്ല മുത്തേ പൊളി. ഇതുപോലെ അജാചാന്തരം മൂപ്പര് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ അകത്ത് കുറച്ചുകൂടി ടെക്നിക്കലി കുറച്ചും കൂടി പണിയെടുക്കണം. മനസ്സിലായി? ഈ വക പരിപാടികൾ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പണിയെടുക്കണം. അർജുന അശോകൻ അടിപൊളിയായിട്ട് വന്നിട്ട്. പിന്നെ ഈശാൻ ഇതിന്റെ അകത്തൊരു ചാട്ടമൊക്കെ ഉണ്ട്. മോനെ പൊളിട്ടോ, പൊളി, പറയാതെ വയ്യ. നല്ല എഫേർട്ട് എടുത്തിട്ട് മിടുക്കൻ, അടിപൊളി. പിന്നെ റോഷൻ എന്താണ്, റോഷൻ പൊളിയാട്ടാ. റോഷൻ കിട്ടു പെർഫോമൻസ്. റോഷൻ എന്ന് പറഞ്ഞാ റോഷൻ നല്ല പവർ ഉണ്ട്, പവർ എടുത്ത് പറയണം. വിട്ടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോഷൻ നല്ല ആക്ടറുമാണ്. ആൻഡ് ഇതിന്റെ അകത്തേക്ക് ഈ പരിപാടികൾ നന്നായി വന്നിട്ടുണ്ട്. പിന്നെ വിശാഖ് ഓൾറെഡി ഓഫീസർ ഡ്യൂട്ടിയിൽ മൂപ്പരുടെ ഒരു സ്വാഗ്, മൂപ്പരുടെ സ്റ്റൈലൊക്കെ മൂപ്പര് കണ്ടിട്ട് ഞാൻ ഓൾറെഡി ഞെട്ടിയതാണ്. കുപ്പിക്ക് ശേഷം കണ്ട പടമാണ് അത്. പൊളിച്ച പടമായിരുന്നു അത്, പൊളിച്ച ക്യാരക്ടർ ആയിരുന്നു. ഇതിന്റെ അകത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ വിശാഖ് നല്ല കലക്കൻ,
കലക്കനായിട്ട് വിശാഖ് ചെയ്തിട്ടുണ്ട്. വിശാഖിന്റെ ഒരു ഫൈറ്റ് പരിപാടിയൊക്കെ കേട്ടോ, അത് ഞാൻ പറഞ്ഞത് അങ്ങേരുടേതായിട്ടുള്ള ഒരു വിശാഖിന്റേതായ ഒരു സ്വാഗും വിശാഖിന്റേതായ ഒരു സ്റ്റൈലും പരിപാടിയൊക്കെ ഉണ്ട്. ആൾക്കൊരു സ്വാഗ് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് അങ്ങേരുടെ പരിപാടിയാണെന്നുണ്ടെങ്കിലും എന്താ പറയാ, കാണാൻ നല്ല രസമാണ്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, അത് വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് മറ്റേ എന്താണ്, അയ്യോ, നൈട്രോ കിളി എന്ന് പറഞ്ഞവര് ക്യാരക്ടറിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, പൊളി കേട്ടോ, പൊളി. അവരുടെയും റിങ്ങിലുള്ള പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. പൊളി പെർഫോമൻസ് ആണ് ഈ പടത്തിന്റെ അകത്ത് മൊത്തം. പെർഫോമൻസ് മേക്കിംഗ് പൊളി 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 പൊളി. പിന്നെ ഇതിന്റെ അകത്ത് അയ്യോ എനിക്ക് പേരുകളൊന്നും കിട്ടുന്നില്ലടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പടം കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഇതിന്റെ അകത്തുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടു. ആ മറ്റേ എന്താ പറയാ, അയ്യോ ഞാനത് എങ്ങനെ പറയാ, ബോഡി ഷെയ്മിങ് അല്ല, എനിക്ക് അറിയില്ല എങ്ങനെ പറയണമെന്നുള്ളത്. പയ്യന്റെ പേര് എനിക്കറിയില്ല. അതായത് നല്ല എന്താണ് പറയുക, നല്ല ഇങ്ങനെ വരുന്ന ഒരു പുള്ളിക്കാരൻ ആക്ച്വലി ഉണ്ട്. പുള്ളി നൈസ് കേട്ടോ, പുള്ളി പൊളിയായിട്ട് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ക്യാരക്ടർ നൈസാണ്, ഇതിന്റെ അകത്ത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എല്ലാം ഇതിന്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നൈസായിരുന്നു. എവ്രി വൺ. ഇനി ഞാൻ ആക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ആവുന്നില്ല. മൊത്തത്തിൽ പടം നല്ല കിടില തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വീണ്ടും പറയണു, ഇത് എന്താണ്, അല്ലാത്ത ആളുകൾക്ക് ഓഫ് കോഴ്സ് പടം പോയി കണ്ടു കഴിഞ്ഞാൽ വർക്ക് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് കഥ എന്നൊരു സംഗതി കൂടുതൽ നിങ്ങൾ വാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അതിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ. ബട്ട് ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ റിങ്ങിലുള്ള പരിപാടികൾ, അല്ലെങ്കിൽ അത് ആ മേക്കിംഗ്, അല്ലെങ്കിൽ ആ ഒരു പുതുമ, അല്ലെങ്കിൽ ഇതിന്റെ കുറെ സാധനങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് വർക്ക് ആവും, അല്ലെങ്കിൽ WWE കാണുന്ന അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് കൂടുതൽ വർക്ക് ആവും എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. പിന്നെ ഇനി ഖാമിയോന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, മമ്മൂക്ക, ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് മമ്മൂക്ക ഉണ്ട് എന്നുള്ളൊരു സംഭവം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മമ്മൂട്ടി ഫാനാണ്. എന്റെ ചാനൽ കാണുന്ന ആളുകൾക്ക് അറിയാം, ആമേ ഹ്യൂജ് മമ്മൂക്ക ഫാൻ. പക്ഷെ ഇതിന്റെ അകത്ത് ഖാമിയായിട്ട് വന്നപ്പോഴേ പ്രതീക്ഷിച്ചതിന്റെ തെറ്റാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്റെ മനസ്സിന്റെ അകത്ത് പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു ഈ ക്യാമിയോനെ കുറിച്ചിട്ട്. അതായത് അങ്ങനെ വരും, അണ്ടർടേക്കറിന്റെ ഒരു ഗെറ്റപ്പില് ബൈക്ക് ഉണ്ടായിരുന്നു, മറ്റേ തലയെക്കെട്ടും ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു സ്റ്റൈലിലുള്ള ഒരു പരിപാടിയായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചതും കൊതിച്ചതും. മേ ബി അതുകൊണ്ടായിരിക്കും എന്നുള്ളത് അറിയില്ല. ഒരു 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 എക്സ്പെക്ട് ചെയ്ത ഒരു ഗുമ്മ്, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത ഒരു പവർ ആക്ച്വലി വന്നില്ല എന്ന് എനിക്ക് ആക്ച്വലി തോന്നി. അത് ഞാൻ ഒരിക്കലും മമ്മൂക്കേനെ താഴ്ത്തി പറയുക അങ്ങനെ ഒന്നെങ്കിലും വിചാരിക്കരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാനും തോന്നുന്നില്ല. ബിക്കോസ് ഐ ലവ് മമ്മൂക്ക. ഐ എം എ ഹ്യൂജ് മമ്മൂക്ക ഫാൻ. പക്ഷെ നമ്മൾ സിനിമ കണ്ടതിന്റെ അഭിപ്രായം പറയുമ്പോൾ അത് ജെനുവിൻലി പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ ക്യാമിയോ ആക്ച്വലി ലൈക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു തോന്നി. മമ്മൂക്ക തന്നെ വരട്ടെ, മമ്മൂക്ക തന്നെ ആയിക്കോട്ടെ, മമ്മൂക്ക എല്ലാവരുടെ പ്രശ്നം ഞാൻ പറയുന്നത്. പക്ഷെ മമ്മൂക്കേനെ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടിയും വേറൊരു ടൈപ്പിൽ പ്ലേസ് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി സ്റ്റൈലായിട്ട്, കുറച്ചും കൂടി ഒരു സംഭവമായിട്ട്, പ്രത്യേകിച്ച് ഒന്നും വേണ്ട, പക്ഷെ കുറച്ചും കൂടി വേറൊരു ഗിമ്മിക്കിൽ പ്ലേസ് ചെയ്താൽ കുറച്ചും കൂടി നന്നായേനെ, പവർ കിട്ടിയേനെ എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മറ്റേ വയ്യാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് പുള്ളി ഒന്ന് ചെറുതായിട്ട് റിക്കവർ ആയിട്ട് വന്ന ആ ഒരു ഗ്യാപ്പിലാണെന്ന് തോന്നുന്നു ഈ ഒരു ക്യാമിയോ ചെയ്തത്. അത് ആക്ച്വലി ഇത് കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം മമ്മൂക്കയുടെ എനർജി എന്താണ്, അല്ലെങ്കിൽ മമ്മൂക്ക വന്ന് നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാധനം എന്താണ് എന്നുള്ളത് ആസ് എ പ്രേക്ഷകൻ, ആസ് എ ഫാൻ എനിക്ക് നല്ല രീതിയിൽ ആക്ച്വലി അറിയാം. അപ്പോ ഐ ഫീൽ ലൈക്ക് ആ ഒരു വയ്യാതിരിക്കുന്ന സമയത്ത് പുള്ളി ചെയ്തൊരു ക്യാമിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, വയ്യായിക, മറ്റേ ആൾക്കാർ പറയുന്ന പോലത്തെ ട്രോൾ ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടുള്ള, അടിച്ചു താഴ്ത്തിക്കൊണ്ടുള്ള വയ്യായികയല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് റിക്കവറായി വരുന്ന ആ ഒരു സമയത്ത് ചെയ്ത ആ ഒരു സമയത്തായതുകൊണ്ട് ആ ഒരു കൈൻഡ് ഓഫ് വയ്യായിക എനിക്ക് ആക്ച്വലി ആ ഒരു ക്യാമിയോയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അതൊരു റീസൺ ആയിരിക്കാം. രണ്ട്, എനിക്ക് തോന്നിയത് വേറൊരു രീതിയിൽ പുള്ളിനെ പ്രസന്റ് ചെയ്യായിരുന്നു. ലൈക്ക് അണ്ടർടേക്കർ തന്നെ അത് ബൈക്കർ തീം പോലും ആണെന്നില്ലായിരുന്നു. ബൈക്കർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു മൊത്തത്തിലൊരു സെറ്റപ്പിലേ
ഒരു 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 എന്നൊരു പവർ കമ്മിയായ പോലെ തോന്നി. അത് ഞാൻ പറയുന്നു, മമ്മൂക്കട ഓറ അല്ലെങ്കിൽ മമ്മൂക്കട സ്വാഗ്, മമ്മൂക്ക സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സംഗതി എന്ന് പറയുന്നത് വേറെ റേഞ്ചാണ്. മനസ്സിലായത്? വേറെ പവറാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് സിനിമകളിലൊക്കെ. അപ്പൊ പുള്ളിയുടെ സ്വാഗിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ട് പറ്റില്ല, അതൊന്നും ഞാൻ ഒരിക്കലും പറയൂല. മനസ്സിലായില്ല? അതൊന്നും ഞാൻ ഒരിക്കലും പറയൂല. പ്രാക്ടിക്കലി അത് പറയുന്നത് എനിക്ക് യോജിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ക്യാമിയോ ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്തൊരു രീതി എന്താ പറയാ, കുറച്ചും കൂടി നന്നാക്കിയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറെ കൂടി കൺവിൻസിങ് ആയി, അല്ലെങ്കിൽ കുറച്ചും കൂടി പവർ തോന്നിച്ചേരെ എന്ന് എനിക്ക് തോന്നി. ഇനി ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയണമെന്ന് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, വേണമെങ്കിൽ അടുത്തൊരു വീഡിയോന്റെ അകത്ത് ഞാൻ എന്റെ ആഗ്രഹം വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ എന്റെ അടുത്ത് പഠിപ്പിച്ചു തരികയാണോ എന്നുള്ള രീതിയിലൊന്നും ചോദിക്കരുത്. ആസ് എ പ്രേക്ഷകൻ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ലൈക്ക് ഒരു 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 അത് ആ സമയത്ത് എടുത്തു തന്നെയാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് എടുത്തത്, ആ വയ്യാതിരുന്ന സമയത്ത് എടുത്തൊരു സംഗതിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പെക്ട് ചെയ്യണം. ഐ റെസ്പെക്ട് അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യും. കാരണം ഞാൻ ഒപ്പീനിയൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെ സംസാരിക്കുള്ളൂ. മനസ്സിലായത്? ഇപ്പൊ ഞാൻ അന്തം ഫാൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണമെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അന്തം കൊണ്ടോ കുന്തം കൊണ്ടോ ഒന്നുമല്ല. ഞാൻ മമ്മൂക്ക ഫാനാണ്. പക്ഷെ അത് സമ്മതിക്കുന്നു. പക്ഷെ വർക്കായില്ല എന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ച്. ബട്ട് എനിക്ക് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. ലൈക്ക് എന്തോ ഒരു മിസ് ഫീലിംഗ്. ലൈക്ക് ആസ് എ ഫാൻ മമ്മൂക്കേനൊക്കെ ശരിക്കും പറഞ്ഞ വേറെ ലെവലിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തീമിൽ പടാവുന്ന സമയത്ത് ഈ പൊട്ട ഫാൻസ് ട്രോളുന്ന പോലെ, എന്താ പറയാ, മമ്മൂക്ക മറ്റേ ഫൈറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്യുന്ന മണ്ട ശിരോവണികളുണ്ട്. ആ തിട്ടങ്ങളെടുത്ത് പോയി തൂറാൻ പറ. അതല്ല ഞാൻ പറയണത്. നമുക്ക് ഫൈറ്റ് ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. മനസ്സിലായോ? ഫൈറ്റും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ആ മനുഷ്യൻ വന്ന് നിൽക്കുക, ഒന്ന് ഇരിക്കുക, നല്ല ഡയലോഗ് പറയുക എന്ന് പറയുന്ന സംഗതി തന്നെ നമുക്ക് അത് മതി. അവിടെ തന്നെ ആക്ച്വലി ആ ഒരു ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ആ ഒരു ഓറ അല്ലെങ്കിൽ ആ സ്വാഗ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാവും. 4 ഫൈറ്റിന്റെ ആവശ്യമില്ല പുള്ളി വന്ന് നിൽക്കുന്ന സമയത്ത്. എനിക്ക് മിസ് ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറയാൻ കാരണം പുള്ളിനെ പ്രസന്റ് ചെയ്ത, പുള്ളിനെ ട്രീറ്റ് ചെയ്ത രീതിയിൽ ഒരു പവർ കമ്മി ആക്ച്വലി തോന്നി. ആൻഡ് പ്ലസ് പുള്ളിക്ക് ഒരു ക്ഷീണം തോന്നി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അവരുടെ വയ്യാതിരുന്ന ആ ഒരു സമയത്ത് ഒന്ന് റെഡിയായി വന്ന സമയത്തെങ്ങാണ്ട് എടുത്ത പടമാണ് അല്ലെങ്കിൽ ക്യാരക്ടറാണ് ഇത് എന്നാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്. അപ്പോ ഇത്രേ പറയാനുള്ളൂ. ക്യാമിയോ വർക്കായില്ല, ഓപ്പണായിട്ട് പറയാം. ഞാൻ പടം ഭയങ്കരമായിട്ട് വർക്കായി. നല്ല കിടിലൻ പടം, കിടു പടം, കിട 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 കിടു പടം.